അപ്പൊ ഫൈസൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഒറ്റപ്പെടലിനെ ആഘോഷിക്കുന്ന ആളാണോ അതോ അതിലെങ്ങനെയാണ് മറികടക്കുന്നത്? അല്ല, ഒറ്റപ്പെടല് സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒറ്റപ്പെടൽ നമ്മൾ ഉണ്ടാക്കി മാറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആണോ? യഥാർത്ഥത്തിൽ. കാരണം നമുക്ക് ഒറ്റപ്പെടാനുള്ള സമയം എവിടെ ഉള്ളത്? ശരിക്കും ലൈഫിൽ ഒറ്റപ്പെടാനുള്ള സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അത്രയും ടൈം, ഉറങ്ങാനുള്ള സമയം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു 24 hours തികയുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുടെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ ജോലിയെ സ്നേഹിക്കാം, നമ്മളെ ഫാമിലിയെ സ്നേഹിക്കാം, യാത്രയെ സ്നേഹിക്കാം, ഭക്ഷണത്തെ സ്നേഹിക്കാം, കൂട്ടുകാരെ സ്നേഹിക്കാം, സൊസൈറ്റിയെ സ്നേഹിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ടൈമിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റപ്പെടൽ വരുമോ? അതാണ് ഞാൻ ചിന്തിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റപ്പെടല, അതായത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒറ്റപ്പെടലിന്റെ ഒരു ഇതുണ്ടാവില്ല എന്നാണ് ഫൈസൽ പറയണത് അല്ലേ? ഉറപ്പായിട്ട്. സമയം ഇവിടെ കിട്ടുക, ഒറ്റപ്പെടലിവിടെ സമയം കിട്ടുക, നമുക്ക് സമയം കിട്ടുന്നില്ല. നമുക്ക് സമയം കിട്ടില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറിനെ കൂട്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ജോലി, ഇപ്പൊ ഞാൻ ജോലിയെ അതിയായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിരസത അല്ലെങ്കിൽ ലേസിനെസ് അല്ലെങ്കിൽ ഒന്നും എനിക്ക് സംഭവിക്കാറില്ല. എന്റെ രീതിയാണ് ഞാൻ പറയുന്നത്. പലർക്കും പല രീതിയായിരിക്കാം. ഇനി യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലോ, യാത്ര ചെയ്യാലോ. യാത്ര ചെയ്യാൻ എന്തുമാത്രം ഒരു മനുഷ്യൻ ലോകത്തിൽ കാണാറുണ്ട്, നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഒരു പഞ്ചായത്തിന് പോലും നമുക്ക് കണ്ടു തീർന്നിട്ടില്ലല്ലോ ഇനിയും കാര്യങ്ങള്. അപ്പം യഥാർത്ഥത്തിൽ ഒറ്റപ്പെടലുണ്ടോ? അപ്പൊ നമ്മള് നമ്മളുടെ വർക്കിനെയോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടി വരും. എന്തിനായാലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടി വരും. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും നമ്മൾ. അത് ശരിയാ. ഏതെങ്കിലും ഒരു കാര്യത്തോട് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം, അതിനോടൊരു ഭയങ്കര സ്നേഹം വേണം എന്നാണ് അപ്പൊ ഫൈസൽ പറയണത്. ഉറപ്പായിട്ടും. അങ്ങനെ ഒറ്റപ്പെടാനുള്ള സമയം നമുക്ക് കിട്ടില്ല. ഒറ്റപ്പെടാൻ സമയം കിട്ടാനുള്ള ഗ്യാപ്പ് നമുക്ക് വരുന്നില്ലല്ലോ അവിടെ. ഓക്കെ. അപ്പൊ നമ്മൾ സമയം കൊടുക്കാതിരിക്കും ഒറ്റപ്പെടലിന് വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടില്ല ശരിക്കും. അതും ഒരു കണ്ടെത്തലാണ് നമ്മുടെ. കാരണം നമുക്ക് എന്ത് പറയാവുന്ന, ഓപ്പൺ ആയിട്ട് പറയാവുന്ന, തിരിച്ചിങ്ങോട്ട് ഓപ്പൺ സൊല്യൂഷൻ തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എങ്ങാനും ഒറ്റപ്പെട്ടത് വിചാരിക്കാം, എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്ക് ആവാം, മെന്റലി സ്റ്റക്ക് ആവാം, മനുഷ്യരല്ലേ. അന്നേരമാണെങ്കിൽ നമുക്കത് ഏറ്റവും നല്ലൊരു പ്രതിവിധി, അല്ലെങ്കിൽ ഏറ്റവും നല്ല പോകാൻ വഴി, നമുക്കറിയുന്ന സംപ്രായക്കാരായിട്ടുള്ള ആളാണെങ്കിൽ ബെറ്റർ. ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായാൽ പോലും ഒരു പരിധി വരെ നമുക്ക് ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എനിക്ക് അതിന്റെ എന്താ പറയാ, തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഉണ്ട്. അതെന്തായിരുന്നു അത്? അല്ല, നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് രഹസ്യമായിട്ടുള്ള ഒന്നുമില്ലല്ലോ. ഞാൻ ബിസിനസ് നടത്തുന്ന ആളാണ്. ബിസിനസ് സ്റ്റക്ക് ആവുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ ബാങ്ക് സഹായിക്കില്ല, ചിലപ്പോൾ നമ്മളുടെ അരികിലുള്ള പലതും സഹായിക്കാതെ വരുന്ന സമയത്ത് നമുക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പോം വഴി ഉണ്ടാവും. അല്ലെങ്കിൽ ഫാമിലിയിൽ പോലും നമുക്ക് പ്രശ്നങ്ങൾ വരാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പൊ അന്നേരം നമുക്ക് വീട്ടിലുള്ള പ്രശ്നക്കാരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രശ്നക്കാരോട് സംസാരിച്ച് പ്രശ്നം വഷളാവുള്ളൂ. അന്നേരം നമുക്ക് പ്രശ്നത്തിന് നന്നായി നോക്കി കാണുന്നു, രണ്ട് ഭാഗത്തും ഇംപാർഷ്യലി കാണുന്ന ആൾ. ഞാൻ എഴുതി വളരെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, പാർഷ്യലി കാണുന്ന, നമ്മളെ നന്നായിട്ട് കാണുന്ന ഫ്രണ്ട് കിട്ടിയാൽ കാര്യമില്ല. രണ്ട് ഭാഗത്തും ശരിയേത് തെറ്റേത് എന്ന് അത് നമുക്ക് ഉൾക്കൊള്ളാനും പറ്റണം. നമ്മളെ കൂട്ടുകാർ നമ്മളെ കുറ്റം പറയുന്ന സമയത്ത് ഇവൻ നമുക്ക് പ്രതികൂലമാണല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. രണ്ടിനെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കാര്യങ്ങളെ ഉറപ്പായിട്ടും. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള ഒറ്റപ്പെടലിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, ബിസിനസ്സിൽ നിന്നുള്ള ഒറ്റപ്പെടലിനെ സഹായിക്കും. ഒരു ഒറ്റപ്പെടലില്ലെങ്കിലും നമ്മളോട് എറണാകുളം KSRTC ഒരു ബസ് കയറ്റി നേരെ ഗിവിയിലേക്ക് അങ്ങ് പോയാൽ മതിയെന്നേ. എന്താ പ്രശ്നം? നിറച്ച ആൾക്കാരല്ലേ ബസ്സില്, യാത്രയായില്ലേ. അതെ, ഒറ്റപ്പെടൽ എന്നുള്ള സാധനം ഇവിടെ കഴിഞ്ഞു. എന്തുമാത്രം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഇത്രയും എന്താ പറയാ പോപ്പുലേഷനുള്ള നാട്ടിൽ എന്തിനാ നമ്മൾ ഒറ്റപ്പെടുന്നത്? ചുറ്റുവട്ടത്തെ ആൾക്കാരില്ലേ നമുക്ക്, വാഹനങ്ങളില്ലേ, നദിയില്ലേ, പുഴയില്ലേ, കണ്ണു തുറന്ന് നോക്കിയാൽ മതി അല്ലേ? അതെ, അങ്ങനത്തെ നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാത്തിനും നമുക്ക് പോകാൻ വഴിയില്ല നമ്മൾ ജീവിക്കുന്നത്. ആക്ച്വലി ചിലപ്പോൾ ചിന്തിക്കാത്തടത്തായിരിക്കും ആൾക്കാർക്ക് ഒറ്റപ്പെടൽ തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. അതും ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണെങ്കിലും ഫൈസൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോ കേൾക്കാം. നമ്മുടെ ഷോ കേൾക്കാറുണ്ടോ? ഞാൻ കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, കേട്ടിട്ട് വിളിച്ചതാണോ ഞാൻ ചോദിച്ചത്. 104 നമുക്ക് നിങ്ങൾ അതിന്റെ ലെവലൊന്ന് മാറ്റിയപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. ഞാനൊരു 48 to 49 ജീവിക്കുന്ന ആളാണ്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇച്ചിരി കുറവുണ്ടായിരുന്നു. നിങ്ങൾ ആ കണ്ടന്റ് മിക്സ് ചെയ്തപ്പോൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാ സമയത്തും എപ്പോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയിരുന്നു. അത് മാറിയിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഇത് പറഞ്ഞത് എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം. ഓക്കെ, ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു. Bye. സെയിം ടു യു. Bye. ബൈ.